ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു കെയറിങ് വീഡിയോ ആണ്. വളരെ ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീടുകളിൽ എങ്ങനെ ഡെൻഡ്രോബിയം വളർത്തിയെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞാനൊരു 4-5 മാസത്തിന് മുമ്പേ ഒരു വീഡിയോ ഇട്ടിരുന്നു, തടികളിൽ എങ്ങനെ ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് നമ്മൾ മൗണ്ട് ചെയ്ത് വളർത്തിയെടുക്കാമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാനൊരു തുടക്കക്കാരി ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അപാകത പറ്റുമോ എന്നുള്ള പേടി കാരണം അത് അന്ന് ഞാൻ തടിയിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ട് അത് ഗ്രീൻ നെറ്റ് വെച്ച് കവർ ചെയ്യാനായിരുന്നു. പക്ഷേ ഞാനത് ചീത്തയാവുമോ എന്നുള്ള ടെൻഷൻ കാരണം ഞാനത് കവറൊന്നും ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴേ അതിനൊരു കുഴപ്പമില്ല. അത് വേരൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ റൂട്ട്സൊക്കെ നോക്കിയേ, ഞാനത് ചകിരി വെച്ചായിരുന്നു കെട്ടിവെച്ചിരുന്നത്. ചകിരി ട്രീറ്റ് ചെയ്തെടുത്ത് ചകിരിയാണ് കെട്ടിവെച്ചിരുന്നത്. ഇതിൻ്റെ വേരൊക്കെ നന്നായിട്ട് പുറത്തോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് കാണാം, ഇത് വേരൊക്കെ ആ തടിയിൽ പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേ ഞാൻ ഇതൊരു പേരമരത്തിൻ്റെ കമ്പാണ്. ഇനിയിപ്പോൾ ഇതിന് കുറച്ച് ചാണകപ്പൊടി ഇട്ട് ആ ഗ്രീൻ നെറ്റ് വെച്ച് കവർ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. കുറച്ച് പേരൊക്കെ ഇത് ചീത്തയായി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് അത് കവർ ചെയ്യാതിരുന്നത്. ഇനിയിപ്പം വലിയ കുഴപ്പമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി വേണം നമ്മൾ എടുക്കാൻ. അല്ലെങ്കിൽ ചെറിയ നനവൊക്കെ ഉണ്ടെങ്കിൽ, നന്നായിട്ട് ഉണങ്ങാതിരിക്കുന്നതാണെങ്കിൽ ഇത് ചീത്തയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിന് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ടല്ലോ. ഇതിൻ്റെ മുകൾ ഭാഗം, ഇതിൻ്റെ വേര് ടച്ച് ചെയ്ത് ഇരിക്കുന്ന രീതിയിൽ നമ്മൾ ഇത് വെക്കണം, ഈ തടി വെക്കേണ്ടത്. കാരണം മുകൾ ഭാഗത്ത് ഈ ഉണങ്ങിയ ചാണകപ്പൊടിയുടെ ഭാഗം മുട്ടാൻ പാടില്ല. ഈ മുകൾ ഭാഗങ്ങളിൽ താഴത്തെ ഭാഗത്ത് മാത്രം, ഈ വേര് എത്തുന്ന സ്ഥലങ്ങളിൽ മാത്രം ചാണകപ്പൊടിയുടെ ഒരംശം കിട്ടിയാൽ മതി. പിന്നെ അത് അങ്ങോട്ടൊക്കെ അങ്ങ് വളർന്ന് പിടിച്ചോളൂ. ഞാൻ അതൊരു കമ്പി വെച്ച്, കെട്ടുകമ്പി വെച്ചാണ് എനിക്ക് അതേ കിട്ടിയുള്ളായിരുന്നു. കെട്ടുകമ്പി വെച്ച് അതൊന്ന് മുറുക്കിയിട്ട് നന്നായിട്ട് അതെല്ലാം വേഗം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചാണ്. ഇത് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നത് നന്നായിട്ട് വളരുമോ എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് കവർ ചെയ്യാതെ വെച്ചിരുന്നത്. ഒട്ടും ചിലവില്ലാതെ നമുക്ക് ഇത് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഷെയ്ഡിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും. അല്ലെങ്കിൽ 4 എണ്ണം നമുക്ക് നടണമെങ്കിൽ 4 ചട്ടി വാങ്ങണം. ഇതാകുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മുടെ വീടുകളിൽ തന്നെയുള്ള പേരക്ക പോകുമ്പോൾ നല്ല ബലമായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പേര എടുത്തത്. അതിൻ്റെ സൈഡിലെ ആ ഉണങ്ങിയ ഭാഗമൊക്കെ നമ്മൾ ചിരണ്ടി കളഞ്ഞിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. നല്ലതായിട്ട് ഇപ്പോഴേ ഞാൻ ഹാങ് ചെയ്തിടുന്നില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുമോ, എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ഹാങ് ചെയ്തിടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. നമ്മളിതിനകത്ത് മറ്റ് വളങ്ങളൊന്നും കൊടുക്കാതെ ചാണകപ്പൊടി തന്നെ ഇടാനുള്ള കാര്യം, സീഡ്ലിങ്സ് വളരാൻ നൈട്രജൻ്റെ കണ്ടൻ്റാണ് ആവശ്യമുള്ളത്. നമ്മൾ ചാണകത്തിൻ്റെ പൊടികളിൽ നന്നായിട്ട് നൈട്രജൻ്റെ അംശമുണ്ട്. ആ വേരുകൾ ഇനി അങ്ങ് ഈ വളം അബ്സോർവ് ചെയ്തെടുത്തോളൂ. ഒരു 4-5 മാസമായിട്ടുള്ളൂ ഈ സീഡ്ലിങ് വാങ്ങി ഞാനിതിൽ കെട്ടിവെച്ചിട്ട്. ഇതിന് നമ്മളെന്നും വെള്ളം കൊടുക്കാവുന്ന രീതിയിലുള്ള സൗകര്യത്തിലുള്ളിടത്ത് വേണം ഇത് ഹാങ് ചെയ്തിടാൻ. ഇത് ഞാൻ നേരത്തെ കൊടുത്തിരുന്ന സീഡ്ലിങ്സ് ആയിട്ടിരുന്ന സമയത്ത് കൊടുത്തിരുന്ന വളങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ പ്ലാന്റ്സിനും കൊടുക്കുന്ന വളങ്ങൾ തന്നെ ഞാൻ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്ത്, കാരണം മറ്റൊരു മീഡിയം ഇല്ല. ആകെ ഞാൻ കുറച്ച് ചകിരി വെച്ച് കെട്ടി വെച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടും അതിന് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടായി. അത് വേരൊക്കെ നന്നായിട്ട് ഓടി ഇതിലെല്ലാം പിടിക്കുകയും ചെയ്തു. നല്ലൊരു റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ ആർക്ക് വേണമെങ്കിലും. പിന്നെ രാവിലത്തെ വെയിൽ കിട്ടുന്ന രീതിയിൽ ഇട്ടാൽ നല്ലതായിരിക്കും. ഇത് ഒന്നിച്ച് പല കളറിലെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ. ഇത് മാംഗോസ്റ്റീൻ്റെ സീഡ്ലിംഗ് ആണ് ഇങ്ങേ അറ്റത്ത് ഞാൻ കെട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു സോണിയ റെഡും ഉണ്ട്. പിന്നെ വേറെ ഏതാ 2 എണ്ണം ഉള്ളതെന്നും ഐഡിയ അങ്ങ് വിട്ടുപോയി. ആ കിട്ടുന്ന സമയത്ത് അതെല്ലാം അങ്ങ് പോയായിരുന്നു. ഇനിയിപ്പോൾ ഇത് നട്ടതിന് ശേഷം ഗ്രോത്തൊക്കെ നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതും ഫുള്ളങ്ങ് കവർ ചെയ്ത് വെക്കണമെന്നാണ്
ഗ്രീൻ നെറ്റ് വെച്ച് കവർ ചെയ്ത് ഇടണമെന്നാണ് വിചാരിക്കുന്നത്. എങ്ങനെ ഉണ്ടെന്നുള്ള അപ്ഡേഷൻസൊക്കെ ഉടനെ തന്നെ ഞാൻ 1.5 മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. നമ്മൾ പിന്നെ ഇപ്പോൾ ഈ ചകിരി മീഡിയമായിട്ട് വെച്ചിട്ട് നമ്മൾ ചാണകമൊക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് മറ്റുള്ള വളങ്ങൾ കൊടുക്കാതിരിക്കുവാണെങ്കിൽ പോലും വലിയ കുഴപ്പമുണ്ടാകുന്നില്ല. കാരണം ഈ രീതിയിൽ ചെയ്ത ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ നല്ല ഗ്രോത്താണ് വന്നിട്ടുള്ളത്. അവർക്ക് നന്നായിട്ട് ഫ്ലവറും കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഇൻസ്പിറേഷനിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പോട്ടൊന്നും മേടിക്കാനൊക്കെ പറ്റാതിരിക്കുന്നവർക്ക് വളരെ എളുപ്പം ചെയ്യാവുന്ന ആണ് ഇത്. ഇതേവരെയൊക്കെ നല്ല രീതിയിൽ ഇത് പോയിട്ടുണ്ട്. പിന്നെ ഹാങ് ചെയ്തിരുന്നതുകൊണ്ട് ഒച്ചിൻ്റെ ശല്യം ഉണ്ടാകത്തില്ലല്ലോ. ചാനൽ കാണുന്നവരെ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.